പേരാമ്പ്രയിൽ പരാജയപ്പെട്ട ഫാത്തിമ തഹ്ലിയോട് പരാജയപ്പെട്ട ടി.പി. രാമകൃഷ്ണൻ മാധ്യമപ്രവർത്തകരെ കാണുന്നു. തത്സമയ സംഭാഷണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടില്ല. കേരളത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് വലിയ വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിലുണ്ട്. ആ ജനങ്ങളെയാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം തുടർ പ്രവർത്തന രീതികൾ ഞങ്ങൾ സ്വീകരിക്കുകയും തുടർന്നങ്ങോട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാം വിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ പുറകോട്ടൊന്നും അല്ല, അതെ, അതാണല്ലോ. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് പരിശോധിക്കണമല്ലോ. ആ കാരണങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ല. വിശദമായി പരിശോധിച്ചതിന് ശേഷം നമ്മൾ ജനങ്ങളിലേക്ക് ചെന്ന് പരിശോധിക്കൽ തന്നെയാണ് പ്രശ്നം. അത് ഞങ്ങൾ നേരത്തെയുള്ള ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അത്തരം രീതിയാണ് സ്വീകരിച്ചത്. അതിൽ ഞങ്ങൾ പരമാവധി അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ എതിരായി ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നു. ആ വോട്ട് എങ്ങനെ വന്നു, അതിൻ്റെ കാരണമെന്ത് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരിശോധിക്കും. എന്നിട്ട് എന്താണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനനുസരിച്ച് ഞങ്ങളെ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചു മുമ്പോട്ട് പോകും. ഏകീകരണമുണ്ട് എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ന്യൂനപക്ഷ ഏകീകരണം നടന്നു എന്നുള്ളത് ഈ റിസൾട്ടിനെ മാത്രം ആശ്രയിച്ച് പറയാൻ കഴിയുന്നതല്ല. അതിൻ്റെ നാനാവശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അല്ല, അതൊക്കെ പോയില്ലേന്ന്, അതൊക്കെ പോയില്ല. അതൊന്നും അത് ഇങ്ങനെ സംഭവമില്ലല്ലോ. അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എൻ്റെ അനൗൺസ്മെന്റ് അല്ലേ, അതിനുള്ള രേഖ ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റു എന്നുള്ളത് കൊണ്ട് ആ യാഥാർത്ഥ്യം ഇല്ലാതാകുന്നില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ വ്യക്തിപരമായിട്ട് അവിടുത്തെ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ജനപ്രതിക്ക് എല്ലാ പിന്തുണയും നൽകി ഞാൻ മുമ്പോട്ട് പോകുന്ന നിലപാട് സ്വീകരിക്കും. അതെ, അതെല്ലാം നമുക്ക് പരിശോധിച്ചതിന് ശേഷം പറയാം. അല്ലേ, അതങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം. അത്തരം വിഷയങ്ങളെല്ലാം പാർട്ടിക്കകത്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീർച്ചയായിട്ടും നിങ്ങളെ വീണ്ടും കണ്ട് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇലക്ഷൻ ഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം ഞങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. ഓക്കെ. കൺവീനർ ടി.പി. രാമകൃഷ്ണൻ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായ ഘടകങ്ങൾ അത് പരിശോധിക്കുമെന്നാണ് ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉയർത്തിയ വിഷയങ്ങളടക്കം അതുൾപ്പെടെ പരിശോധിക്കും എന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം അത് നടന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പരാജയത്തിന് വലിയ പരാജയം ചെറിയ പരാജയം എന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ടി.പി. രാമകൃഷ്ണൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ പേരാമ്പ്രയിലേക്ക് വരുമ്പോൾ ഫാത്തിമ തഹ്ലിക്ക് പോലും ആദ്യഘട്ടത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആ മണ്ഡലത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം അതാണ്. ടി.പി. രാമകൃഷ്ണനെ പോലെ തലമുതിർന്ന നേതാവ് അവിടെ മത്സരിക്കുന്നു. അപ്പോൾ മത്സരിക്കാമെന്നത് മാത്രമാണ് ഫാത്തിമ തഹ്ലി പോലും പറയുന്നത്. പക്ഷെ പിന്നീട് ആ മണ്ഡലത്തിന്റെ കാഴ്ച പ്രചാരണ കാലയളവിലും ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ ഏകീകരണമെന്നോ അങ്ങനെ നമുക്ക് ആ നിലയിൽ പറയാൻ കഴിയില്ല. കാരണം അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലും അതില്ലാത്ത സ്ഥലങ്ങളിലും ഭൂരിപക്ഷ സമുദായം നിർണായക ഘടകമായിട്ടുള്ള മണ്ഡലങ്ങളിലുമൊക്കെ ഈ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ ഭരണവിരുദ്ധ വികാരമാണ് എന്ന കാര്യം CPIM നേതൃത്വവും LDF നേതൃത്വവും തിരിച്ചറിയുകയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.